ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവജനത്തോട് ഒരുമിച്ചായിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയമാണ് നാം പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു അവസരം നൽകിയ കോട്ടയം ബ്രദർ അസംബ്ലിയോടും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മൂപ്പന്മാരോടും ദൈവദാസന്മാരോടും ആ സഭയോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക്, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയത്തിൽ നാം ആദ്യമായിട്ട് ചിന്തിച്ചത് യേശുക്രിസ്തു കർത്താവാണ്, ആ കർത്തൃത്വത്തിന് നാം വിധേയരാണ് എന്നാണ്. രണ്ടാമത്തെ ദിവസം നാം ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. മൂന്നാമത്തെ ദിവസം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആത്മീക മണ്ഡലത്തിലും എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം സഭയിൽ ഞാനായിരിക്കുമ്പോൾ, നാം ആയിരിക്കുമ്പോൾ എങ്ങനെ ആ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് എൻ്റെ വിശ്വാസ ജീവിതത്തെ ഞാൻ പണിതെടുക്കണം എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിങ്ങളെല്ലാവരും ഈ ദൈവവചനത്തെ കേൾക്കുകയും ഒരുപക്ഷെ എന്നേക്കാൾ ഉപരി ഈ കാര്യങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ അടിമയായി സ്വതന്ത്രരായി ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് കൊണ്ട് ആ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും പരുവപ്പെടുത്തുകയും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പണിതെടുക്കുവാനായിട്ട് കർത്തൃ കരങ്ങളിൽ നമ്മെ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഓരോ ദിവസവും നാം കൊണ്ടുപോകുന്നത്. അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, സങ്കടങ്ങളോ ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ വന്നാലും അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞാണ് നമ്മുടെ ആത്മീയ ജീവിതം നാം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഞാൻ കർത്താവിൻ്റെ സഭയിൽ കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ ജനത്തോട് ചേർന്ന്, അഥവാ വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് സേവിച്ച് ശുശ്രൂഷകൾ ചെയ്ത് ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് എല്ലാ ഉത്സാഹത്തോടും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ കർത്താവിൻ്റെ ഈ കർത്തൃത്വം സഭയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, സഭയുടെ ശിരസ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. കൊലോസ് ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്, 1:18. അവിടുന്ന് വായിക്കുന്നത് യേശു കർത്താവ് സഭയുടെ ശിരസാണ് എന്നാണ്. നമുക്കറിയാം, ഒരു ശരീരവും ശിരസും തമ്മിലുള്ള പ്രായോഗികമായ ബന്ധം എന്താണ് എന്ന് നമുക്ക് ആരും വിസ്തരിച്ചു തരാതെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നവരാണ്. ശിരസ് നൽകുന്ന എല്ലാ സംവേദനങ്ങളും ഹൃദയവും ശരീര അവയവങ്ങളിലേക്കും ചലനം ചെയ്ത് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം ശിരസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തലയുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ ശരീരം, സഭയുടെ ആ അവസ്ഥ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. നാം ഓരോരുത്തരും അവയവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറുന്നത്. ഇത് നമുക്ക് ഒന്നാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് സഭ എന്നുള്ള ആ ആശയം നമ്മൾ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മൾ നന്നായി പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ സഭ എന്ന വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
എങ്കിലും ഒരു കാര്യം മാത്രം ഊന്നി ഉറപ്പിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടുന്ന് വായിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഈ സഭയെക്കുറിച്ച് കർത്താവിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സഭ എന്നാണ്. അത് ഇൻവെർട്ടഡ് കോമയിൽ നമ്മളൊന്ന് ചിന്തിച്ച്, എൻ്റെ സഭ അഥവാ കർത്താവിൻ്റെ സഭ എന്നുള്ള ശക്തമായ ആശയമാണ് നമുക്കവിടെ ബോധ്യമാകുന്നത്. അതുതന്നെയാണ് 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വാക്ക് ഇൻവെർട്ടഡ് കോമയിൽ നമ്മളൊന്ന് കണ്ടേ. അവിടെ നമ്മൾ വായിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ. അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നാണ് എഴുതിയിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടുന്ന് വായിക്കുന്നത് ദൈവം താൻ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. അപ്പോൾ അവിടെയെല്ലാം ഈ സഭയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ആണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയുക. അങ്ങനെ കൃത്യമായിട്ട് ഉറപ്പിച്ചത് ദൈവത്തിൻ്റെ സഭയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ താല്പര്യം നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അപ്പൊ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം, അവിടെ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഷോസ് ദി ഓണർഷിപ്പ് ഓഫ് അസംബ്ലീസ്, അല്ലെങ്കിൽ ഓണർഷിപ്പ് ഓഫ് ദ ചർച്ച്. ദൈവസഭയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കർത്താവിൻ്റെ വകയാണ്. കുറിയാക്കെ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വക. അപ്പോൾ ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ വകയാണ്. അതുകൊണ്ട് ദൈവസഭയിൽ കർത്തൃത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ സഭയിൽ കീഴടങ്ങിയ അനുസരണത്തോടെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ മാനിച്ചു പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ്. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം. അപ്പോൾ യേശുക്രിസ്തുവും സഭയുമായിട്ട് വളരെ വിച്ഛേദിക്കാനാവാത്ത ഒരു ബന്ധം അവിടെ കുറിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ ഒന്ന്, ആ സഭയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പൊസഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ്. രണ്ട്, ആ സഭയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കർത്തൃനിക്ഷിപ്തമാണ്, കർത്താവിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇറ്റ് ഷോസ് ദി അതോറിറ്റി, അഥവാ ദൈവത്തിൻ്റെ സഭയുടെ മുഴുവൻ അതോറിറ്റിയും അഥവാ മുഴുവൻ പരമാധികാരവും കർത്താവിൻ്റെ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ സഭ, യൂണിവേഴ്സൽ ചർച്ചിലാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ എന്നെ പ്രാദേശിക സഭയിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സഭയോടുള്ള ബന്ധത്തിൽ ഇത് ദൈവത്തിൻ്റെ ആണ് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്ത ബോധം എന്നെ ഭരിക്കുന്നുണ്ട്. ഇനി വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ദ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തം ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്നെ കൃത്യമായിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സഭയിലായിരിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഒന്ന്, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. അവിടെ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കൊരു വിലയുമില്ല. ഇത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മാനുഷിക ബന്ധങ്ങൾക്ക് മുകളിലാണ് ആ വലിയ ബന്ധം എന്നുള്ളത്. അത് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ സഭയുടെ പരമാധികാരി എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടമല്ലാതെ ദൈവസഭയിലൊന്നും നടക്കുവാൻ പാടില്ല. അടുത്തത്, ഈ ദൈവസഭയിൽ എനിക്ക് ശക്തമായ ദൈവ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ, ഇറ്റ് ഷോസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ഇൻ ദി അസംബ്ലി. അപ്പോൾ ദൈവസഭയിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ പാദത്തിലേക്ക് നാം വരുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്, അഥവാ ഈ തിമത്യോസിനോട് എഴുതുമ്പോൾ തിമത്യോസ് അക്കാര്യം അറിയണം. മാത്രമല്ല, ദൈവസഭയിലുള്ള ഓരോ വ്യക്തിത്വങ്ങളും
എങ്ങനെ സഭയിലായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. എങ്ങനെ നടക്കണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടപ്പിനെ കുറിച്ച്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇത് ദൈവസഭയാണ് എന്നുള്ള അവബോധത്തോടുകൂടെ തന്നെയാണ് ഞാൻ ദൈവസഭയിൽ നടക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഭകളുടെ കാന്തനായ കർത്താവ് ആ നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അഥവാ നിലവിളക്കുകൾ കർത്താവിനെ വളരെ കൃത്യമായിട്ട് ദൈവസഭയുടെ കാന്തനായ കർത്താവ് അവിടെ ഉലാത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പരമാധികാരവും അവിടെയുള്ള എല്ലാ സംഗതികളും ഒരുപോലെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയും കർത്താവിൻ്റെ അമിതമായിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ആ സഭയിലാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം സഭാജീവിതം എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഗൗരവതരമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലോകപ്രകാരമുള്ള മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ദൈവസഭയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ഗൗരവതരമായി ഞാൻ നിങ്ങളും ഓരോ നിമിഷവും ദൈവസഭയിൽ ചിലവഴിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവിക സാന്നിധ്യം ആ സഭയിലുണ്ട്. വാക്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ ഞാനുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് തന്നെയാണ് നമ്മൾ ഈ പാഠപുസ്തകത്തിൽ വായിക്കുന്നത്, നിലവിളക്കുകളുടെ നടുവിൽ. അപ്പോൾ നാം കൂടി വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവ സാന്നിധ്യ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സന്നിധി ബോധമുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എത്രമാത്രം ക്രമീകൃതമായിരിക്കും, എത്രമാത്രം ഭയത്തോടും വിറയലോടും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ആയിരിക്കുമെന്ന് എന്നെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ പഴയ നിയമ ദേവാലയത്തോടുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിലെ ദൈവിക കൂടിവരവുകളോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ യാഗങ്ങളോടുള്ള ബന്ധത്തിൽ, അതുപോലെ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം എത്ര നിർദ്ദേശകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്, ദൈവസഭയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് കേവലം ഒരു എന്താ പറയേണ്ടത്, ലളിതമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ മട്ടിൽ പോകേണ്ടുന്ന ഒരു സ്ഥലമല്ല ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവ നിയന്ത്രിതങ്ങളും ദൈവത്താൽ ആക്കി വച്ചിരിക്കുന്നതും ദൈവീകമായതുമായ സംഗതികളാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ ഭയത്തോടും കൂടെ, ബാക്കി വാക്യങ്ങളിലേക്ക് ഒന്നും കടക്കുവാൻ നിർവാഹമില്ല, വളരെ ഭയത്തോടെ, വളരെ ശോധന ചെയ്ത്, വളരെ വിറയലോടെ, വളരെ വിശുദ്ധിയോടെ, വളരെ കൃപ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് ഇടയായി തീരണം. ഞാൻ ഈ ദേവാലയത്തിലേക്ക്, ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം, ഇനി നമുക്ക് അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിയാതെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദേവാലയം എന്നുള്ള ആ വാക്ക് പൗലോസ് ഉപയോഗിക്കുമ്പോൾ പൗലോസിൻ്റെ ദേവാലയ ചിന്ത യെരൂശലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രായോഗികതയും അവിടുത്തെ ആരാധനയും അവിടുത്തെ യാഗങ്ങളും അവിടുത്തെ ചിട്ടവട്ടങ്ങളും അവിടുത്തെ പൗരോഹിത്യ വസ്ത്രങ്ങളും അവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷകളും എല്ലാം നമുക്കറിയാവുന്നതുപോലെ എബ്രായ ലേഖനത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വളരെ വിശദമായി തൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ തന്നെ മുളച്ചു വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം എന്നുള്ള വാക്ക് താൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിലേക്ക് ചെല്ലുന്നത് ആരാണ്? ദേവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നതാരാണ്? ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദേവാലയത്തിലെ യാഗങ്ങളുടെ ചിട്ടയും ക്രമീകരണവും എന്താണ്? അതൊന്നും നമുക്ക് തെറ്റിക്കാൻ അവകാശമില്ല. അപ്പോൾ ക്രമീകൃതമായ ഒരാത്മീക സത്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേവാലയം എന്നുള്ള വാക്കുപയോഗിച്ച് നമ്മളെ കൊണ്ടുചെല്ലുകയാണ്. ദൈവത്തിൻ്റെ ദാസന കാര്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ ദേവാലയത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ആരാധനയുള്ള ബന്ധത്തിലൊക്കെ സ്തോത്രം ചെയ്യുമ്പോഴും ചിന്തകൾ ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കാറുണ്ട്, ആണ്ടിലൊരിക്കൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഭയം, ആ ഒരു റെവറൻഷ്യൽ
മൈൻഡാണ് എപ്പോഴും ദൈവസഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ടത്. അവിടെ ഒരു കാരണവശാലും യാതൊരു കാരണവശാലും ദൈവസഭ എന്നുള്ള ആ കാര്യത്തെ തുച്ഛീകരിച്ച് ചിന്തിക്കുവാൻ, വില കുറച്ച് കാണുവാൻ, അതിനെ വളരെ സിമ്പിളായിട്ട് കാണുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകാതിരിക്കട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുന്നത് ആരാധനയ്ക്കാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള വലിയ ചിന്തയാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ യാഗങ്ങളെ, പുതിയ നിയമ യാഗങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒരു ലിവിങ് സാക്രിഫൈസ് എന്നുള്ള നിലയിൽ ജീവനുള്ള യാഗമായി, അവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ആ ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറയുമ്പോൾ തന്നെ ലിവിങ് സാക്രിഫൈസ് ആണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാൻ നിർവാഹമില്ല. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച, മനസ്സിലാക്കി കൃത്യതയോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് ബുദ്ധിയോടെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്താനുഭവങ്ങളും വരും വരായികകളും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും എങ്ങനെ ചെയ്യണമെന്നുള്ള ക്രമങ്ങളെക്കുറിച്ചും ബോധ്യതയോടുകൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ബുദ്ധിയോടെ എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുമ്പോൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ചെല്ലുന്നത് എന്നുള്ള ആ ബുദ്ധിയോടുകൂടെ ദൈവപ്രമാണങ്ങളൊന്നും ലംഘിക്കാതെ പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോവുക. വിശദീകരണം ഇനി നമുക്ക് ആവശ്യമില്ലല്ലോ. അടുത്തത് 2 തിമോഥെയോസ് 1:4 പൗലോസ് പറയുന്നത്, നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ മറ്റൊരു തലം പറയുക, ദൈവത്തെ ആരാധിക്കാനായിട്ട് നാം ചെല്ലുമ്പോൾ നിർമ്മല മനസ്സാക്ഷി. അപ്പോൾ കർത്താവിൻ്റെ കർത്തൃത്വം എന്നിൽ ആവസിച്ച് ദൈവത്തിൻ്റെ ആ ഭരണം മുഴുവനും എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സാക്ഷി നിർമ്മലമായി ദൈവസന്നിധിയിൽ എന്നെ തന്നെ നിർമ്മലീകരിച്ച് എനിക്കൊരു വിശുദ്ധ മനസ്സാക്ഷിയോടെ, ശുദ്ധ മനസ്സാക്ഷിയോടെ, നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, ആ ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഉള്ള ആരാധനയായിരിക്കണം. ഇന്ന് നമ്മൾ ആരാധന യോഗങ്ങളൊക്കെ അലക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിലും മയങ്ങി പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അതിനകത്ത് ആഴമായി ചിന്തിക്കാതെ, ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാതെ, ആരാധന ചിന്തകൾ വേണ്ടതുപോലെ നാം ശ്രദ്ധിക്കാതെ എങ്ങനെയും കടന്ന് എങ്ങനെയും പോകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് റോമർ 1:10, അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കാനായിട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വേണം ഞാൻ ദൈവത്തെ ആരാധിക്കാനായിട്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വാണുകൊണ്ട് എന്നെ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കുന്ന അവൻ വരുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മെ, ദൈവത്തെ പുത്രനെ മഹത്വപ്പെടുത്തും. അപ്പോൾ ആ മഹത്വപ്പെടുത്തുന്ന ആരാധന കഴിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ സത്യത്തിലും ആത്മാവിലും, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും, അവിടെ ആ വാക്ക് പ്രത്യേകം കുറിക്കൊള്ളേണ്ട, സത്യനമസ്കാരികൾ പിതാവിനെ, സത്യനമസ്കാരികൾ പിതാവിനെ, സത്യനമസ്കാരികൾ പിതാവിനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സത്യനമസ്കാരികൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനുള്ള ബന്ധമുള്ളവരായിരിക്കും. സത്യനമസ്കാരികൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനുള്ള ബന്ധമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ആ വാക്ക് പ്രത്യേകം ഉപയോഗിച്ചത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദേവാലയത്തിൽ ആരാധനയാണ് നടക്കേണ്ടത്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നാം പുരോഹിതന്മാരാണ്. 1 പത്രോസ് 2:9 നാം വായിക്കുന്നത്, രാജകീയ പുരോഹിതവർഗം. ആ പൗരോഹിത്യ ശുശ്രൂഷ ആരാധനയോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായം
12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മൂപ്പന്മാർ കിരീടങ്ങളെ കുഞ്ഞാടിന്റെ കാൽക്കൽ അർപ്പിച്ച് അവർ സിംഹാസനത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ മുൻപാകെ വീണ് അവനെ നമസ്കരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരായ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നത് വീണ് വണങ്ങി. പ്രോസ്ക്യൂനിയോ എന്നുള്ള വാക്ക് വീണ്, താണ്, വീണ്, കുമ്പിട്ട്, നെടുമ്പാട് വീണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ലാട്രിയോ എന്നുള്ള വാക്ക് രാജാക്കന്മാരുടെ മുൻപിൽ അവർക്ക് കാഴ്ച വെച്ച് അവരെ സ്തുതി പാടി നമസ്കരിക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ ആ നിലയിൽ ആരാധിക്കുന്നത് ആരായിരിക്കണം? കർത്താവിൻ്റെ സഭയിൽ കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ ദൈവസഭയുള്ള ബന്ധത്തിൽ നമ്മുടെ ആരാധന ജീവിതം, അവിടെ കർത്താവിൻ്റെ ആരാധിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, ദൈവസഭയുള്ള ബന്ധത്തിൽ ആരാധന വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അടുത്തത്, നമ്മുടെ അടുത്ത ഈ എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ ദൈവസഭ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, കർത്താവ് വാസ്തവത്തിൽ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. സ്ലീഹന്മാരും അങ്ങനെ തന്നെയാണ്. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന അങ്ങയുടെ നാമം പൂജിതമാ. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവജനത്തോട് ചേർന്ന് ദൈവസഭയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി പ്രാർത്ഥനാനിരതനായ ഒരു വ്യക്തിയായിരിക്കണം. പ്രാർത്ഥന ജീവിതമുള്ള ഒരാളായിരിക്കണം. നമ്മൾ കേവലം പ്രാർത്ഥിച്ചു എന്നുള്ളത് ഒരു ചടങ്ങല്ല, പ്രാർത്ഥനാ ജീവിതം. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് പൗലോസിൻ്റെ ഒരു വാക്ക് അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പോൾ എഫെസോസിലുള്ള വിശ്വാസികളെ പ്രാർത്ഥനയുടെ പ്രാധാന്യം ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ഓർപ്പിക്കുക. ബഹുമാനപ്പെട്ട ചാണ്ടപ്പിള്ള ചാൻ അദ്ദേഹം ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പുസ്തകം, പ്രത്യേകിച്ച് എഫേസ് ലേഖനത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചെഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥനാ യോഗങ്ങൾ നമുക്കുണ്ട്. ആരാധന യോഗത്തിന് എല്ലാവരും വരും. പ്രാർത്ഥനാ യോഗത്തിന് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ബൈബിൾ പഠനത്തിന് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് ആരാധന. വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം, ദൈവസഭയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 1 മുതലുള്ള 2 മുതലുള്ള അധ്യായങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ആദിമ സഭയുടെ നട്ടെൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസ് തടവിലാണ്, കൊല്ലുവാനായിട്ട് തീരുമാനിച്ച് നിയോഗിച്ചിരിക്കുക. പക്ഷേ ആ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. അവിടെ 1-ാം കാവലും 2-ാം കാവലും ഒക്കെ കഴിഞ്ഞ് പത്രോസിനെ ഇറക്കിക്കൊണ്ടുവരും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന, ദൈവസഭ എത്ര ശക്തമായിട്ട് അക്കാലത്ത് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, റോമർ 15:31 നമ്മൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ദൈവസഭയുള്ള ബന്ധത്തിൽ അതൊരു പോരാട്ടമാണ്. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാത്ത വിശ്വാസിക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കാത്ത സഭകൾക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളുടെയും സഭാജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ 1 തെസ്സലോനിക്കർ 5:17 പൗലോസ് ഓർപ്പിക്കുക: ഇടവിടാതെ പ്രാർത്ഥിക്കുക.
കർത്താവും അടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ലൂക്കോസ് 18:1 കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഉപമയിലേക്ക് കടക്കുന്നില്ല, വിശദീകരിക്കാൻ സമയം പോരാ. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത് ആ ഒരു സ്ത്രീ പിന്നെയും പിന്നെയും ആ ന്യായാധിപന്റെ അടുക്കൽ ചെല്ലുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇനി അവൾ എൻ്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് ആ ന്യായാധിപൻ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നു. അപ്പോൾ അനീതിയുള്ള ന്യായാധിപൻ അങ്ങനെ പറയുന്നുവെങ്കിൽ നീതിയുള്ള ദൈവമോ എന്ന് പറഞ്ഞ് അവിടെ പറയുക. അപ്പോൾ മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അവസാനത്തെ മാളികമുറി പ്രഭാഷണം, ആ മാളികമുറി പ്രഭാഷണത്തിൽ കർത്താവ്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, കർത്താവിൻ്റെ ആ മരണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച്, ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം അങ്ങനെ കർത്താവ് തൻ്റെ വരവിനെ കുറിച്ച് പോലും വളരെ വളരെ കുറച്ചാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവിടെ 14-ാം അധ്യായം 15-ാം അധ്യായത്തിലൊക്കെ ആവർത്തിച്ച് കർത്താവിൻ്റെ തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനും മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. കർത്താവ് വാഗ്ദാനം നൽകിയ നിങ്ങൾ എന്നിൽ 15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭാ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മാതൃകയാണോ? കർത്താവ്, നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി, കർത്താവോ ഏകനായി മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ മലമുകളിലേക്ക് കർത്താവ് പോയി രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. എത്ര മനോഹരമായിട്ടുള്ള, എത്ര ഔന്നത്യമായ ഒരു മാതൃകയാണ് അവൻ നിങ്ങൾക്ക് മുൻപിൽ ഒരു മാതൃക വെച്ചേച്ചു പോയി എന്ന് പത്രോസ് ശ്ലീഹ പറയുകയാണ്. നമുക്ക് പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവസഭയിൽ പോകുന്ന ഞാൻ പ്രാർത്ഥനാ യോഗങ്ങളെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് വളരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത മൂന്നാമത്തെ കാര്യം, ഞാൻ വളരെ വേഗത്തിൽ കടന്നു പോകട്ടെ, അവസാനത്തെ ദിവസമായതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. എബ്രായർ 12:14 അവിടുന്ന് വായിക്കുന്നു, നമ്മൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും വളരെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം. വിശുദ്ധ ജീവിതം, പ്രിയപ്പെട്ടവരെ, ആരാധനാ ജീവിതം വളരെ പ്രസക്തമായ കാര്യമാണ്. പ്രാർത്ഥനാ ജീവിതം വളരെ പ്രസക്തമാണ് ദൈവസഭയിൽ. വിശുദ്ധ ജീവിതം ദൈവസഭയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നാം തോറ്റുപോകാനായിട്ട് പാടില്ല. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധിയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ തിരുവെഴുത്ത് എന്താ പറയുന്നത്? വിശുദ്ധി എന്ന് പറയുന്നത് അവള് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, അഥവാ ദൈവത്തിൻ്റെ വചനത്താൽ ഓരോ ദിവസവും ഞാൻ കഴുകൽപ്പെടേണ്ടത് ആവശ്യമാണ്. വിശുദ്ധി നിന്റെ ആലയത്തിന് ഉചിതം തന്നെ, വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച്. അപ്പോൾ ദൈവസഭയിൽ, ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ കൂട്ടം, വിശുദ്ധന്മാരുടെ സഭ എന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം വളരെ പാലിക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ വിശുദ്ധനായിരിക്കണം. നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയുള്ളവരായിരിക്കണം. വിശുദ്ധിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, വിശുദ്ധി, ഹോളി എന്ന് പറഞ്ഞാൽ സെറ്റ് എപ്പാർട്ട് ഫോർ ഗോഡ്സ് പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു കാര്യം. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഭയിൽ എന്നെ വിശുദ്ധീകരിച്ച് എന്നെ ദൈവത്തിനായിട്ട് മാറ്റിവെച്ച് എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവസഭയിൽ വിശുദ്ധിയോടുകൂടെ, ഒന്ന്, ഞാൻ ആരാധനയ്ക്ക് ദൈവസഭയിൽ ആരാധിക്കുന്നവനായിരിക്കണം. 2, ഞാൻ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. 3, ഞാൻ ദൈവസഭയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവനായിരിക്കണം. 4-ാമത്തെ കാര്യം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ഏറ്റവും നല്ലത്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം, അവിടെ കർത്താവ് ആ ഭാഗം വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് കടക്കാൻ ഇപ്പോൾ അവസരമില്ലല്ലോ. എങ്കിലും പൗലോസ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട്
ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. എത്ര മനോഹരമായിട്ടുള്ളൊരു വാക്യമാണ്. ഇതിനകത്ത് ഒത്തിരി ആവർത്തനങ്ങൾ വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ ആവർത്തനങ്ങളില്ല. നമ്മളത് വായിക്കുമ്പോൾ, അതിൻ്റെ മൂലഭാഷയിലൊക്കെ വായിക്കുമ്പോൾ ആവർത്തനങ്ങളില്ല, പക്ഷെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, വൺ അക്കോർഡ്, ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഐക്യത ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. നാം ദൈവസന്നിധിയിൽ ഐക്യതയുള്ളവരായിരിക്കണം. വിശദീകരിക്കുന്നില്ല. ഏറ്റവും ഐക്യത, ഞാൻ മുഖാന്തരം എനിക്ക് ദൈവത്തോടുള്ള ഐക്യതയും ദൈവജനത്തോടുള്ള ഐക്യതയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കതിനെന്ത് ത്യാഗം വന്നാലും അങ്ങനെ പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് ആ ഐക്യതയെക്കുറിച്ച് പറയുമ്പോൾ തീത്തോസ് 3:10 അവിടെ ഒരു പ്രത്യേക വാക്യമുണ്ട്. തീത്തോസ് 3:10. ആ ഐക്യതയ്ക്ക് വ്യത്യാസം വരുത്തുന്നത് ദൈവവചന പ്രകാരം ഭയങ്കരമായ തെറ്റാണ്. വേദപുസ്തകം എന്താ പറയുന്നത്? സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാൻ. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഐക്യതയ്ക്ക് വിപരീതമായി, ഐക്യതയുടെ പഠനം വളരെ നന്നായിട്ട് കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, അത് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായമാണ്. പിതാവേ, ഞാനും അവിടുന്ന് ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് എന്ന് പറഞ്ഞ് ഏകദേശം 3-4 പ്രാവശ്യം ഐക്യത എന്നുള്ള ആ വാക്ക് കർത്താവ് ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവസഭയിൽ ഐക്യത എന്ന് പറയുന്നത്. അതിന് വിപരീതമായിട്ട് ഭിന്നത വരുത്തിയാൽ, ആ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഭിന്നത ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതുതന്നെയാണ് റോമർ 16:17 നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 16:17 2 തെസ്സലോനിക്കർ 3:6 നമ്മൾ ഇതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. ഐക്യതയ്ക്ക് വിഘാതമാക്കാൻ പാടില്ല. അവിടെ റോമർ 16:17 നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും, എന്ന് പറഞ്ഞാൽ പക്ഷം ഉണ്ടാവുക, ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അപ്പൊ അവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടാതെ തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയിൽ ഭിന്നത വരുത്തുവാൻ ശ്രമിച്ചാൽ, സഭയിലെ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവദാസന്മാർക്കെതിരായി അവരെഴുന്നേറ്റാൽ അവരെ ഒഴിക്കുക എന്ന് പലയിടത്തും അവരെ ഒഴിക്കുന്നതിന് പകരം അവർ ദൈവദാസന്മാരെ ഒഴിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 2 തെസ്സലോനിക്കർ 3:6 നമ്മൾ വായിക്കുന്നത്, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞ് കൽപ്പിക്കുകയാണ്. എന്താ? ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ പ്രമാണമാണ് അത്. ഐക്യത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ അങ്ങനെ തന്നെ പോകണം. അടുത്തത്, സഭയെ സ്നേഹിക്കണം. കർത്താവിൻ്റെ സഭയെ നാം സ്നേഹിക്കണം. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവ് ജീവൻ കൊടുത്ത് സമ്പാദിച്ച ദൈവസഭയാണ്. അതുകൊണ്ട് ആ സഭയെ നാം എങ്ങനെയാ സ്നേഹിക്കുന്നത്? കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാനും നിങ്ങൾ ദൈവസഭയെ സ്നേഹിക്കേണ്ടതാണ്. വാക്യങ്ങൾ എടുക്കുവാൻ നിർവാഹമില്ല. കൊലോസ്യർ 3:14, എഫേസ്യർ 5:25, 2 തെസ്സലോനിക്കർ 1:3. 2 തെസ്സലോനിക്കർ 1:3 നമ്മൾ വായിക്കുന്നത് അന്യോന്യ സ്നേഹം പെരുകി വരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ പെരുകുക. പ്രിയപ്പെട്ടവരെ, അതിങ്ങ് പെരുകി വരണം. ഒരിക്കലും അത് കുറഞ്ഞു പോകരുത്. അന്യോന്യ സ്നേഹം പെരുകി വരുവാൻ ഇടയായി തീരണം.
അതുമാത്രമല്ല, ആ സ്നേഹം പെരുകുമ്പോൾ എഫേസ്യ ലേഖനം 5:21 നമ്മൾ വായിക്കുന്നത്, ആ ദൈവസ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക കൂടെ വേണം. ദൈവജനത്തെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീഴ്പ്പെടാനുള്ള മനസ്സ്. മൂപ്പന്മാരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കീഴ്പ്പെട്ട് അനുസരിക്കണം. ദൈവസഭയെ സ്നേഹിക്കണം, ദൈവസഭയെ അനുസരിക്കണം, ദൈവസഭയുടെ പ്രമാണങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അതിന് നമുക്കിടയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനിക്കുന്നതിൽ, പരസ്പര ബഹുമാനത്തിൽ റോമാലേഖനം 12:10 നമ്മൾ വായിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ബഹുമാനിക്കുന്നതിനേക്കാൾ ഇരട്ടി ഇങ്ങോട്ട്, ആ ഇരട്ടിക്ക് പകരം ഞാൻ വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട്. ആ പരസ്പര ബഹുമാനമാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത്, നമ്മൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ക്രമമുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ക്രമവും വിശ്വാസത്തിലുള്ള സ്ഥിരതയും. കൊലോസ്യർ 2:5, കൊലോസ്യർ 1:23, കൊലോസ്യർ 2:7, അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 14:39. അവിടെ ക്രമം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സ്ഥിരത എന്നുള്ള വാക്കും അതിനോട് ചേർന്ന് ചിലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ക്രമം? നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു ക്രമമുള്ളവരാണ്. എന്നാൽ ദൈവസഭയോടും ദൈവകാര്യങ്ങളിലും നമുക്ക് ക്രമമുണ്ടോ? അവസരം കിട്ടിയാൽ ചെയ്യാമെന്നുള്ളൊരു മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നാം മനസ്സാന്തരപ്പെടണം. ഇന്ന് തന്നെ ഞാൻ നേരെയാകണം. എനിക്ക് ആത്മീയ ജീവിതത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയുടെ ക്രമം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ക്രമം പാലിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന യോഗങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ, നമ്മുടെ വചന പഠന ക്ലാസ്സുകളിൽ, നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ക്രമമായി നമ്മൾ പങ്കെടുത്ത്, സ്ഥിരമായി പങ്കെടുത്ത്, ആത്മീയ വിഷയങ്ങളിലും ഉപദേശ വിഷയങ്ങളിലൊക്കെ സ്ഥിരതയുള്ളവരായിട്ട്, സഭയിൽ സ്ഥിരമായിട്ട് വരുന്നവരായിട്ട്. ഈ സ്ഥിരതയെ നമ്മൾ പ്രായോഗികമായിട്ട് പറയുക, സഭയിൽ സ്ഥിരമായിട്ട് വരുന്നവരായിരിക്കണം, സഭയിൽ ക്രമമായിട്ട് വരുന്നവരായിരിക്കണം, സഭയുടെ കാര്യങ്ങളിൽ ക്രമമായിട്ട് ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം. അത് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ അതിലേക്ക് കടന്ന് പോകുന്നില്ല, അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കൊലോസ്യർ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യം വിശ്വാസ ജീവിതത്തിൽ ദൈവസഭയിലുണ്ട്. ദൈവസഭയിലെ ഓരോ കാര്യവും വചനപ്രകാരം നമ്മൾ പാലിച്ചു പോകാനായിട്ട് ഉത്തരവാദിത്തമുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വളരെ വേഗം വിടുകയാണ്. ഇനി അല്പനിമിഷങ്ങളേ ഉള്ളല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ സഭായോഗങ്ങൾ, അടുത്ത നമ്മുടെ വിഷയം സഭായോഗങ്ങളോടുള്ള ബന്ധത്തിൽ, കർത്തൃത്വത്തിൽ നാം എങ്ങനെ സഭായോഗങ്ങളെ കാണണമെന്നുള്ളതാണ്. നമുക്കറിയാം സഭായോഗങ്ങൾ എത്രയുണ്ട്. നമ്മൾ ആരാധനയോഗത്തെ മാത്രം സഭായോഗമായിട്ട് ചിന്തിക്കാറുണ്ട്. അങ്ങനല്ല. സഭായോഗങ്ങൾ എന്ന് പറയുന്നത് സഭയുടെ യോഗങ്ങളാണ്. ആ സഭായോഗങ്ങളെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 4 യോഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന്, ഉപദേശം പഠിക്കുക, കർത്തൃമേശ ആചരിക്കുക. അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി. അപ്പോൾ ബൈബിൾ ക്ലാസ് ഉണ്ട്. പിന്നെ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ ആരാധന യോഗം. പിന്നെ അവർ കൂട്ടായ്മ ആചരിച്ചു, കൂട്ടായ്മ യോഗം. അടുത്തത് പ്രാർത്ഥന കഴിച്ചു, പ്രാർത്ഥനാ യോഗം. അപ്പം 4 യോഗങ്ങൾ പുതിയ നിയമസഭയുള്ള ബന്ധത്തിലുണ്ട്. ഈ 4 യോഗങ്ങളും നമ്മുടെ സഭ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 യോഗങ്ങളെയും സഭയുടെ യോഗങ്ങളായിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു യോഗം മറ്റൊരു യോഗത്തേക്കാൾ കുറവല്ല. എല്ലാ യോഗങ്ങൾക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് ദൈവസഭായോഗങ്ങളെ സംബന്ധിച്ച് നാം വിശദമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ യോഗങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എബ്രായ ലേഖനം 10:24 അവിടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, നെഗ്ലക്റ്റ് ചെയ്യരുത്. സഭായോഗങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യരുത്, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, സഭായോഗങ്ങൾ ഉപേക്ഷിക്കാറുണ്ടോ? ചില സഭകളിലൊക്കെ ആരാധനയോഗം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ലോർഡ് സപ്പർ കഴിയുമ്പോൾ തന്നെ കുറേ പേരങ്ങ് പോകും. സഭായോഗങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. എങ്ങനെ നമ്മൾ പോകേണ്ടത്? സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ സഭായോഗങ്ങളിൽ ഉത്സാഹത്തോടുകൂടെ വേണം ഇടപെടാനായിട്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായർ 6:11.
അവിടെ എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപോലെ ഉത്സാഹം, അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട അന്ന് എത്രയോ കാര്യമായിട്ടാണ് യോഗത്തിന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 8 കിലോമീറ്റർ നടക്കണം, തിരിച്ച് 8 കിലോമീറ്റർ നടക്കണം, അങ്ങനെ ആ യോഗത്തിന് പോയിക്കൊണ്ടിരുന്നത് രാജകുമാരിയിൽ. അപ്പോൾ 8 കിലോമീറ്റർ നടന്നു പോകാൻ, ഒരു യോഗം പോലും മുടക്കാതെ പോകാൻ എനിക്കന്ന് സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച്, രക്ഷിക്കപ്പെട്ട അന്ന് നമുക്ക് എത്ര ഉത്സാഹമാണ്. ആ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഒരു കാരണവശാലും നമ്മൾ ആ ഉത്സാഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കല്ലാതെ, ഞാനിന്ന് യോഗത്തിന് പോകുന്നില്ല, ബ്രദർ പോകുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയും, ഒന്നും ബ്രദറും നിങ്ങൾ പോകുന്നില്ല, ഞാനും പോകുന്നു. അങ്ങനെ നമ്മൾ പരസ്പരം നമ്മൾ ക്ഷീണിപ്പിക്കരുത്. ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം ഉത്സാഹം വർദ്ധിപ്പിക്കാനായിട്ട് അന്യോന്യം സൂക്ഷിച്ചു കൊള്ളണമെന്ന് എബ്രായ ലേഖനം 10:24 നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 10:24 അവിടെ നമ്മൾ വായിക്കുന്ന ആ വാക്യം വിശദീകരിക്കുന്നില്ല, ഞാനൊന്ന് വായിച്ചിട്ട് അങ്ങ് വിട്ടോളാം. എബ്രായ ലേഖനം 10:24, ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗം എന്നല്ല, സഭായോഗങ്ങളെ. അപ്പോൾ സഭയ്ക്ക് ഒന്നിലധികം യോഗങ്ങളുണ്ട്. അത് ഉപേക്ഷിക്കാൻ പാടില്ല. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി പോകുന്ന ഒരു ദൈവവൈതല് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. ചിലർ ചെയ്യുന്ന പോലെ, ചിലരങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഇരിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവസഭയിലെ യോഗങ്ങൾ ക്രമീകൃതമായി പങ്കെടുക്കുവാൻ, സ്ഥിരമായി പങ്കെടുക്കുവാൻ, ആ ആത്മീക നിലവാരത്തിൽ ഉത്സാഹത്തോടുകൂടെ പങ്കെടുക്കുവാൻ ഈ ഇന്നത്തെ ചിന്ത നമുക്കിടയാക്കി തീർക്കട്ടെ. അടുത്തൊരു കാര്യം, സഭയിലെ ശുശ്രൂഷകൾ. ഏത് ശുശ്രൂഷയായിരുന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സഭയിൽ ചില നിയമനങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. എല്ലാവരും സഭയിൽ സഹോദരന്മാർ സമ്മതിച്ചു. പക്ഷേ സഭയിൽ കർത്താവ് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗങ്ങളുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ, അല്ലെങ്കിൽ ആ ഉദ്യോഗമുള്ള ആൾക്കെതിരെ, ആ ശുശ്രൂഷകൾക്കെതിരെ നമുക്ക് ഒരു കാരണവശാലും നെറ്റിച്ചുളിക്കുവാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാ. 2 കൊരിന്ത്യർ 6:4 നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്നുള്ളൊരു വാക്ക്. 2 കൊരിന്ത്യർ 6:4. ഞാൻ ആ വാക്യം ഇങ്ങനെ പെട്ടെന്ന് വായിക്കട്ടെ. 6:4 ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായിട്ട് കാണിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാ. ഇനി കൊലോസ്യർ 1:25 വായിച്ചാൽ അവിടെ പ്രത്യേകം ഒരു വാക്കുപയോഗിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം. അപ്പൊ ദൈവസഭയിൽ ഒരാൾ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂപ്പൻ, ശുശ്രൂഷകൻ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ ഇത്യാദിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ പ്രവർത്തിക്കുമ്പോൾ അവിടെ കൊലോസ്യർ 1:23 അവിടുന്ന് വായിക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. 25 നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. തെറ്റിപ്പോകരുത് ഒരു കാരണവശാലും. ഓരോ സഭയിലും ദൈവമാക്കി വച്ചിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരാരുമായിക്കൊള്ളട്ടെ, അവരെ അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്ന് നാം കണ്ടേ പറ്റൂ. അവരെ അനുസരിച്ചേ പറ്റൂ. അവരോട് ചേർന്ന് നിന്നേ പറ്റൂ. അവരോട് ചേർന്ന് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ അനുസരിച്ച് അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കാര്യങ്ങൾക്ക് കുറവുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്ന ആളായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്താ വേദവസം പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം. വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ സഭയുടെ ശുശ്രൂഷകൻ. അതുകൊണ്ട് ദൈവദാസന്മാർക്കെതിരെയോ ദൈവത്തിൻ്റെ മൂപ്പന്മാരായ ദൈവദാസന്മാർക്കെതിരെ, ദൈവമാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷ തലങ്ങൾക്കെതിരെ മത്സരിക്കുവാൻ,
കോരഹിന്റെ മത്സരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അത് എഫെസ്യ ലേഖനം 3:7 നമ്മൾ വായിക്കുന്നത്, എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അത് വളരെ കുറിക്കൊള്ളേണ്ടുന്ന ഒരു വാക്യമാണ്. അത് മാത്രമല്ല 2 തിമോഥെയോസ് 1:11 ഈ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവസഭ ദൈവത്തിന്റെ നിയമനത്തിൽ വളരെ കൃത്യമായിട്ട് പോകേണ്ടതാണ്. സമയം കടന്നുപോയി. ഞാൻ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 1 തിമോഥെയോസ് 5:17 നമ്മൾ വായിക്കുന്നു, ഇങ്ങനെയുള്ളവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ടാണ്. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവസഭയിലെ മൂപ്പന്മാർ, ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ, ദൈവസഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, സുവിശേഷകന്മാർ, അങ്ങനെയുള്ളവരെയൊക്കെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതം ആ കാര്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നത് കൊണ്ട് അവരെ ഇരട്ടി മാനത്തിന് യോഗ്യന്മാരായിട്ടാണ്. ഒറ്റ വാക്യം കൂടെ മാത്രം ഞാൻ വായിച്ച് അവസാനിപ്പിച്ചോളാം. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതവും കാണാപ്പാഠവുമാണ്. എങ്കിലും ഞാൻ വായിക്കുക, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയിൽ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുമ്പോൾ ഞാൻ ആ സഭയോട് എല്ലാവിധമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കർത്താവിന്റെ കർത്തൃത്വത്തിന് വിധേയമായി ഞാൻ അനുസരിച്ച് ഞാൻ വളരെ ദൈവകൃപയിൽ ഈ കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏത് കാര്യം? നിങ്ങളെ നടത്തുന്നവർ. നിങ്ങൾ നടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, കീഴടങ്ങിയിരിപ്പീൻ, കീഴടങ്ങിയിരിപ്പീൻ. ഇത് വളരെ പഠിക്കേണ്ടുന്ന ഒരു വാക്കാണ്. വിശദീകരിക്കുവാൻ നിർവാഹമില്ല. അടുത്തെന്താണ്? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവർ ആകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാനിട വരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. പ്രിയപ്പെട്ടവരെ, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാകരുത്. മറിച്ച് സന്തോഷത്തോടെ ചെയ്യണം, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസഭയുള്ള ബന്ധത്തിൽ എത്രയോ ഉത്തരവാദിത്തങ്ങൾ പറയാനുണ്ട്. ഞാനതിലേക്കൊന്നും കടക്കാതെ വളരെ വേഗത്തിൽ പറഞ്ഞത് ഈ കാര്യം നിങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു. ഒന്ന്, നാം ദൈവസഭയുള്ള ബന്ധത്തിൽ നാം ദൈവത്തിൻ്റെ സഭയാണ്. ഞാൻ നിങ്ങൾ കൂടി വരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് പറയാന്നോർത്ത് ഞാൻ പറയാഞ്ഞത്, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് അയ്യോ ഭയങ്കരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം നമ്മളെ തന്നെ ശോധന ചെയ്ത്, ഈ കർത്താവിൻ്റെ മേശയെക്കുറിച്ചൊക്കെ പറയാൻ നിർവാഹമില്ല. കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ മുഴുവനായി ശോധന ചെയ്ത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടി വരുമ്പോൾ എങ്ങനെ കൂടി വരണമെന്ന് 13, 14, 15 അധ്യായങ്ങളിൽ 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ഗൗരവമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ സഭയിൽ എന്നെ തന്നെ സമർപ്പിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്ത് പോകുവാൻ ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന നാടുകളിൽ കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ഒരു വിശുദ്ധനായി ദൈവത്തെ ആരാധിച്ചു പോകുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.